നിങ്ങളുടെയൊക്കെ ഒരു പ്രഗ്നൻസി ഒരു ഫേസ് ഒന്ന് പറയാമോ? എൻ്റെ പ്രഗ്നൻസി ഫസ്റ്റ് എനിക്ക് ട്വിൻസ് ആയിരുന്നു. അത് ട്വിൻസ് ശരിയല്ലായിരുന്നു. അപ്പം അത് അബോട്ടായി പോയി. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഞാനിതൊക്കെ പഠിക്കുമല്ലേ, അപ്പോൾ എനിക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷേ അപ്പം സെക്കൻഡ് പ്രഗ്നൻസി അത് കഴിഞ്ഞ് 2 months കഴിഞ്ഞപ്പോൾ തന്നെ നോർമലി കൺസീവ് ആയി. ഞാൻ ഏറ്റവും ആക്റ്റീവായിരുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പം ഞാൻ വിചാരിച്ച് നോർമലി ഡെലിവറി ആവും. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി കുഞ്ഞ് ബ്രീച്ചായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും പറയും ഒന്നും അനങ്ങാതിരിക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് സിസേറിയൻ ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോബെല്ലാം സ്റ്റാർട്ട് ചെയ്ത് മോൾക്ക് 5 years ആയപ്പോഴാണ് സെക്കൻഡ് പ്രഗ്നൻസി. ഈ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ആക്റ്റീവ് ആയിരുന്ന സമയത്ത് കൺസീവ് ആയെങ്കിലും ആ ഭയങ്കര വോമിറ്റിംഗ് കാരണം എനിക്ക് 3 months ഹോസ്പിറ്റലിൽ പഠിക്കാനേ പോകാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇത് പ്രഗ്നൻസി എന്തിനു വന്നു എന്നുള്ള ഒരു ചിന്ത അവർ വന്നു. അപ്പം പേഷ്യൻസ് വോമിറ്റിംഗ് ആയിട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കാൻ ആ സമയത്തെ പറ്റി ചിന്തിക്കും. എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര അസോസിയേഷനാണ്. ഒരു സ്മെല്ല് ഇപ്പോഴും ഉള്ളിവടയുടെ മണം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും വൊമിറ്റ് ചെയ്യാൻ ആ സമയത്ത് ഓർമ്മ. രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇത്രയും സിവിയർ അല്ല. എന്ന് വെച്ചാൽ ഞാനത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നപ്പോഴാണ് എൻ്റെ മോനുണ്ടായത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ജോബ് ഓറിയൻറ്റഡ് ആയിരുന്നുകൊണ്ട് ഞാൻ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു 3 months കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി.